നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാമുകന് വേണ്ടി ഭർത്താവിനെ കൊലപ്പെടുത്തുക, സംശയമുന തനിക്ക് നേരെ നീളാതിരിക്കാൻ ഓസ്കാർ അഭിനയം കാഴ്ചവെക്കുക. ഒരു 25-കാരി നടത്തിയ കൊലപാതകത്തിന്റെ ചുരുളഴിയുമ്പോൾ രാജ്യം ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. മേഘാലയയിൽ കൊലപാതകം നടത്തിയിട്ട് ഉത്തർപ്രദേശിൽ പൊങ്ങുക, എന്നിട്ട് തനിക്കൊന്നും ഓർമ്മയില്ല, എന്താണ് സംഭവിച്ചത് എന്നറിയില്ല എന്നുള്ള നാടകം കളി. എന്നാൽ ദൈവം ചില തെളിവുകൾ ബാക്കി വയ്ക്കും. ഒരു കടയുടമയുടെ രൂപത്തിലാണ് ആ സാക്ഷി ചില വെളിപ്പെടുത്തലുകൾ പോലീസിനോട് നടത്തിയത്. അവിടെയാണ് സോനം രഘുവംശി എന്ന 25-കാരിക്ക് അടിപതറിയതും കയ്യിൽ വിലങ്ങ് വീണതും. ഇൻഡോറിൽ നിന്നുള്ള രാജ രഘുവംശിയെ കൊലപ്പെടുത്തിയ ഭാര്യ സോനം രഘുവംശിയും കൂട്ടരും ചേർന്ന് നടത്തിയ വലിയ പ്ലാനിങ്ങിന്റെ എല്ലാ വിവരങ്ങളും പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. കൊല നടത്തിയിട്ട് മേഘാലയയിൽ നിന്ന് ഉത്തർപ്രദേശിൽ എത്തിയ സോനം വലിയ നീക്കങ്ങളാണ് നടത്തിയത്. രാത്രി 1 മണിയോടെ അവിടെ ഒരു തട്ടുകടയിലെത്തി കടയുടമയോട് ഫോൺ ഒന്ന് തരുമോ, എനിക്ക് ഒരു കോൾ ചെയ്യാനാണെന്ന് വിറച്ചുകൊണ്ട് പറയുകയായിരുന്നു. കുടുംബത്തെ വിളിച്ച് കരഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുവെന്ന് കടയുടമ സാഹിൽ യാദവ് പറയുന്നുണ്ട്. അവൾക്ക് മാനസിക പ്രശ്നമുള്ളതായി തോന്നിയിരുന്നു. തുടർന്ന് കുടുംബാംഗവുമായി സംസാരിച്ച ശേഷം അവൾ നിൽക്കുന്ന സ്ഥലം അവർക്ക് പറഞ്ഞുകൊടുത്തു. പിന്നാലെ സഹോദരൻ വിളിച്ച് അവൾ അവിടെയുള്ളതായി പോലീസിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് സാഹിൽ പറയുന്നു. അതായത് സാഹിലിന് സംശയം തോന്നിയത് തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല, ഒന്നും ഓർമ്മയില്ല, ഭർത്താവിന് എന്തോ സംഭവിച്ചു എന്നൊക്കെ സോനം പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ സോനത്തിന്റെ പെരുമാറ്റത്തിൽ സാഹിലിന് സംശയം തോന്നുകയായിരുന്നു. ഇത് സോനത്തിന്റെ കുടുംബത്തോടും പറഞ്ഞിരുന്നു. സഹോദരനാണ് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കാൻ സാഹിലിനോട് പറയുന്നത്. അങ്ങനെയാണ് സോനത്തിന് പിടിവീഴുന്നത്. കൊലപാതകത്തിന് ശേഷം സോനം മറ്റു 3 പേരുമായി ഗുവാഹട്ടിയിലേക്കാണ് പോകുന്നത്. തുടർന്ന് പോലീസ് കണ്ടെത്താതിരിക്കാൻ അവിടെ നിന്ന് വേർപിരിഞ്ഞു. രാജയെ വിജനമായ ഒരിടത്തേക്ക് സോനം തന്ത്രപൂർവ്വം എത്തിക്കുകയായിരുന്നുവെന്നും അവിടെ കാത്തുനിന്ന പ്രതികൾ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സോനം ഹണിമൂണിന് മുന്നേ തന്നെ കൊലപാതകത്തിനും അത് കഴിഞ്ഞുള്ള കവർച്ചയ്ക്കും പദ്ധതികൾ തയ്യാറാക്കിയിരുന്നുവെന്നാണ് പോലീസ് പോലും വ്യക്തമാക്കുന്നത്. മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും ധരിച്ചാണ് രാജ മധുവിധുവിനെത്തിയത്. സോനവും രാജയും അവരവരുടെ വീടുകളിൽ നിന്നാണ് വിമാനത്താവളങ്ങളിലെത്തിയത്. രാജ മുഴുവൻ ആഭരണവും ധരിച്ചു പോകുന്നതിനെ വീട്ടുകാർ എതിർത്തിരുന്നു. എന്നാൽ സോനം പറഞ്ഞിട്ടാണ് അങ്ങനെ പോകുന്നതെന്നും അവൾക്ക് അങ്ങനെയാണ് തന്നെ കാണാൻ ആഗ്രഹമെന്നും രാജ മാതാപിതാക്കളോട് പറഞ്ഞു. ഡയമണ്ട് സ്വർണ്ണാഭരണങ്ങളും ഉൾപ്പെടെ 10 ലക്ഷത്തോളം രൂപയുടെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു രാജയുടെ കൈവശം. മാത്രവുമല്ല, സോനം യാത്ര കഴിഞ്ഞുള്ള മടക്ക ടിക്കറ്റ് എടുത്തിരുന്നുമില്ല. ഷില്ലോങ് എന്ന സ്ഥലം തീരുമാനിച്ചതും യാത്രയിലുടനീളമുള്ള ബുക്കിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം തീരുമാനിച്ചതും സോനം തന്നെയായിരുന്നു. മെയ് 11 ഇരുവരും വിവാഹിതരാകുന്നത്. ഇൻഡോറിൽ വെച്ച് ഗംഭീരമായ ചടങ്ങുകളോടെയൊക്കെയായിരുന്നു വിവാഹം നടന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വീഡിയോകളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. കശ്മീരിലേക്ക് പോകാനായിരുന്നു രാജ പ്ലാനിട്ടത്. എന്നാൽ ആ യാത്ര മാറ്റിച്ച് മേഘാലയയിലേക്ക് കൊണ്ടെത്തിച്ചത് സോനമായിരുന്നു. അങ്ങനെയാണ് മെയ് 20 ഇരുവരും ഇൻഡോറിൽ നിന്ന് ബംഗളൂരു വഴി ഗുവാഹട്ടിയിലെത്തി കാമാഖ്യ ക്ഷേത്രം ഉൾപ്പെടെ സന്ദർശിച്ചത്. ചിറാപൂഞ്ചിയിലേക്ക് പോകണമെന്ന് സോനം വാശി പിടിച്ചു. തുടർന്ന് അങ്ങോട്ടേക്കും പോകുകയായിരുന്നു. അന്ന് വൈകിട്ട് ഈസ്റ്റ് ഖാസി ഹിൽസിലെ മൗലഖിയാത്ത് ഗ്രാമത്തിലെത്തി. പാർക്കിംഗ് സ്ഥലത്ത് സ്കൂട്ടി വെച്ച് ട്രക്കിങ്ങിന് പോയി ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു. പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡും ഇവരുടെ ഒപ്പമുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഹോം സ്റ്റേയിൽ നിന്ന് മടങ്ങിയ ദമ്പതിമാർ മൗലഖിയാത്തിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഗൈഡ് കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നാലെ ഇരുവരെയും കാണാതെയായി എന്ന് വാർത്ത പരക്കുകയായിരുന്നു. കാണാനാകുന്നതിന് മുൻപ് സോനം രാജയുടെ അമ്മയെ വിളിച്ച് യാത്രാ വിവരങ്ങളൊക്കെ അറിയിച്ചിരുന്നു. പിന്നീട് 2 പേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആകുകയായിരുന്നു. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തിരക്കിയെങ്കിലും കണ്ടെത്താനായില്ല. 24 മണിക്കൂർ കഴിഞ്ഞ് ഈസ്റ്റ് ഖാസി ഗ്രാമത്തിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. താക്കോൽ വാഹനത്തിൽ തന്നെ ഘടിപ്പിച്ച നിലയിലായിരുന്നു. ഇതും സംശയത്തിന് ഇടയാക്കി. സ്കൂട്ടി ഉടമയെ കണ്ടെത്തിയ പോലീസ് ആ വഴിക്ക് അന്വേഷണം നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. പലയിടത്തും അരിച്ചുപെറുക്കിയിട്ടും ഫലമുണ്ടായില്ല. 10 ദിവസത്തിന് ശേഷം വെയ്സാവ്ഡോങ് വെള്ളച്ചാട്ടത്തിന് സമീപം നടത്തിയ ഡ്രോൺ പരിശോധനയിൽ രാജയുടെ മൃതദേഹം 100 അടി താഴ്ചയുള്ള മലയിടുക്കിൽ അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വലതുകൈയിലെ രാജ എന്ന പേരുള്ള ടാറ്റുവും സ്മാർട്ട് വാച്ചുമാണ് മൃതദേഹം തിരിച്ചറിയാൻ സഹായകമായത്.
സോനവും കൊല്ലപ്പെട്ടിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് സോനം ധരിച്ചിരുന്ന മഴക്കോട്ട് കൂടി കണ്ടെത്തിയതോടെ പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കി. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. അതായത് ഗൈഡിന്റെ ചില സംശയങ്ങൾ പോലീസിന് കൈമാറിയതോടെ പോലീസും ആ വഴിക്ക് അന്വേഷണം ശക്തമാക്കുകയായിരുന്നു. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ആൽബർട്ട് പിഡെ എന്ന ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ മൊഴിയാണ് കേസിൽ വൻ വഴിത്തിരിവാകുന്നത്. മെയ് 23-ന് ഇരുവരെയും കാണാതായ ദിവസം 3 പുരുഷന്മാർക്കൊപ്പം ദമ്പതികളെ കണ്ടുവെന്ന് ഇയാൾ മൊഴി നൽകിയിരുന്നു. രാജയും മറ്റു 3 പുരുഷന്മാരും മുന്നിലും സ്ത്രീ പിന്നിലുമായിരുന്നുവെന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു. അവർ ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നതെന്നും അതിനാൽ ഒന്നും മനസ്സിലായില്ല എന്നും ഇദ്ദേഹം പോലീസിനോട് വെളിപ്പെടുത്തി. പിന്നീട് ആ 3 പേരിലേക്കായി പോലീസിന്റെ അന്വേഷണം. ഇതിനിടെ രാജയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു. ആഴത്തിലുള്ള 1-ലധികം മുറിവുകൾ ശരീരത്തിലുള്ളതായും തലയുടെ മുൻവശത്തും പിൻവശത്തും മാരകമായ മുറിവുണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. മരം മുറിക്കാൻ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഉപകരണം കൊണ്ടായിരിക്കണം കൊലപ്പെടുത്തിയതെന്നും പോലീസ് വ്യക്തമാക്കുകയായിരുന്നു. സമാന്തരമായി സോനത്തിന്റെ കോൾ റെക്കോർഡ് വഴിയും അന്വേഷണം നടത്തി. ഇതോടെ രാജ് കുശ്വാഹ എന്ന ആളുമായി സോനം പതിവായി ബന്ധപ്പെട്ടു എന്ന് കണ്ടെത്തിയതോടെ അന്വേഷണം ആ വഴിക്ക് പോലീസ് വഴിതിരിച്ചു വിടുകയായിരുന്നു. സോനത്തിന്റെ സഹോദരന്റെ കടയിലെ ജോലിക്കാരനായിരുന്നു രാജ് കുശ്വാഹ. സോനവും കുശ്വാഹയും തമ്മിൽ ഏറെ ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നുവെന്ന് കുടുംബം വ്യക്തമാക്കി. ഇതിനിടെ ലളിത്പൂരിൽ വെച്ച് നേരത്തെ ദമ്പതിമാർക്കൊപ്പം ഉണ്ടായിരുന്നവരിലെ ആകാശ് രജ്പൂത്ത് എന്നയാളെ പിടികൂടി. വിശാൽ, രാജ് കുശ്വാഹ എന്നിവരെ ഇൻഡോറിൽ വെച്ചും പിടികൂടി. ആനന്ദ് എന്നയാളെ സാഗറിൽ നിന്നും അറസ്റ്റ് ചെയ്തു. രാജ് കുശ്വാഹയാണ് കൊലപാതകത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രമെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഇവിടെ സോനത്തിന്റെ എല്ലാ പദ്ധതികളും പൊളിച്ചടുക്കിയത് സോനം ഫോൺ ചോദിച്ച ആ ദാബയിലെ കടക്കാരനും അതുപോലെ തന്നെ ഇവരുടെ ഗൈഡുമാണ്. ഇരുവർക്കും ഈ പറയുന്ന സോനം രഘുവംശിയുടെ നീക്കത്തിൽ ചില സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു. അതിവർ പോലീസിനോട് കൃത്യമായി പറയുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസും സോനത്തിലേക്ക് അന്വേഷണം വഴിതിരിച്ചുവിടുന്നത്. അവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നതും ആട്ടപ്പടലം സോനം കുടുങ്ങിയതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.